നല്ല പ്രായമുള്ള സമയത്ത് വളരെ ചെറുപ്പക്കാരിയായ പെൺകുട്ടിയെ അനുഭവിച്ച മകളെ വിവാഹം കഴിക്കാൻ അതാ പിതാവിനോട് അതാ വിവാഹാലോചന നടത്തുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരാലും അത്ഭുതപ്പെട്ടു പോകും. കല്യാണങ്ങൾ പറഞ്ഞു, അല്ല നിങ്ങൾ ഇത്ര മൂന്നില്ലേ വളർന്നില്ലേ, നിങ്ങൾ എന്തിനാണ് എന്നെ കളിയാക്കുന്നത്? എന്റെ കുഞ്ഞുമോളെ നിങ്ങൾ എന്തിനാണ് വിവാഹാലോചന നടത്തി അങ്ങനെ ഒരു തമാശ പറയുന്നത് എന്ന് അത്ഭുതത്തോടെ ബഹുമാനപ്പെട്ട ോട് ബഹുമാനപ്പെട്ട അടിയും പറഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ട പറഞ്ഞ ഒരു സംഭവം എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാ നസവും എല്ലാ കാരണങ്ങളും മുറിഞ്ഞു പോകുന്ന സമയം കൊണ്ട് എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോകും, എല്ലാ കാരണങ്ങളും മുറിഞ്ഞു പോകും. അതേ പക്ഷേ എന്റെ നസവും മുറിയുകയില്ല എന്ന് ബഹുമാനപ്പെട്ട വിശുദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാളെ വസ്ത്രമൈതാനിയിൽ എല്ലാവരുടെയും ബന്ധം കളച്ചു പോകും. വാപ്പ മകളെ നോക്കുകയില്ല, മകള് വാപ്പയെ പരിഗണിക്കുകയില്ല. എല്ലാവരും പറയുന്ന ഒരേ ഒരു അതേ എന്റെ കാര്യമെന്തായി എന്ന് എല്ലാവരും അന്വേഷിച്ച് വാപ്പയോ മകനോ ഭാര്യയോ ഭർത്താവോ കൂട്ടുകാരികളോ കാമുകനോ കാമുകിയോ ഉപകാരപ്പെടാത്തൊരു സമയമുണ്ട്. ആ സമയത്ത് ഉപകാരപ്പെടുന്ന രസവും അതെ അതിന്റെ രസമാണ് എന്റെ കുടുംബമാണ്. അതുകൊണ്ട് കഴിയാനേ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് നിങ്ങളുടെ രക്തത്തിൽ പിറന്നൊരു മകളെ വിവാഹം കഴിച്ചെങ്കിലും എനിക്ക് നിങ്ങളുടെ അതിന് അതിന് അവിടുത്തെ കുടുംബമാണല്ലോ ബഹുമാനപ്പെട്ട അതിലേക്ക് ചേർന്ന് ഞാനും ആ കുടുംബത്തിൽ മെമ്പർഷിപ്പ് എടുക്കട്ടെ എന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പോലും ആഗ്രഹിച്ച് ഏതെല്ലാം കാരണമുണ്ടായിട്ടും മുസ്ലിമിനോട് ചേർന്ന് നിൽക്കാൻ അവർ പരിശ്രമിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കയിൽ അതാ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് അതാ വിദേശത്ത് പോയി മക്കയിൽ ഇല്ലാത്ത കുറെ സ്ഥാപനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് മക്കയിലേക്ക് മാർക്കറ്റിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അബൂജഹൽ പിറകെ വന്നൊരു നോട്ട് നോക്കിയിട്ട് പറഞ്ഞു, അല്ല അബൂബക്കറെ അറിഞ്ഞോ പുതിയ വാർത്ത? നിന്റെ ഒരു കൂട്ടുകാരനോടല്ലോ മുഹമ്മദ് ദൈവദൂതനാണെന്ന് പറയുന്നു, നിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ച സമയത്ത് സുബ്ഹാനല്ലാഹ് ഉടനെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടം നിർത്തി കിട്ടിപ്പോയി കുളിച്ചൊരുങ്ങി കമീസ് മാറ്റി പുതിയ വസ്ത്രവും ഇട്ടുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വന്നു നിന്നുകൊണ്ട് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ആ മുത്തായ തിങ്കൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറുപ്പത്തിലെ അറിയാം. അവിടുന്ന് കളവ് പറഞ്ഞിട്ടില്ല, അവിടുന്ന് മോശത്തരം പറഞ്ഞിട്ടില്ല, അവിടുന്ന് ആരെയും പറ്റിച്ചിട്ടില്ല, അവിടുന്ന് ആരെയും പരിഹരിച്ചിട്ടില്ല, അവിടുന്ന് ആരെയും ചെറുതായി കണ്ടിട്ടില്ല, അവിടുന്ന് ആരോട് വഴി കാണിച്ചിട്ടില്ല. അതുകൊണ്ട് വിശാലമായ 40 കൊല്ലത്തെ ജീവിതം അടുത്തറിഞ്ഞ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവകാശവാദവുമായി വന്നാൽ വിശ്വസിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ മെമ്പർഷിപ്പ് എടുക്കാൻ അവസരം കിട്ടിയ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ
അതേ പിന്നെ വന്ന സഹാബാക്കളുടെയും അതേ നമ്മളുടെ നേതാക്കന്മാരായ ആത്മീയ ഗുരുക്കന്മാരായ അടക്കമുള്ള അടക്കമുള്ള മറ്റെല്ലാ മുഅ്മിനീങ്ങളുടെയും ഈമാൻ സാധനത്താലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ അതുയർന്നതിനും അത് മഹത്തമാണ് കാരണം എല്ലാവരും അവരുടെ സമയത്ത് ആരും വിശ്വസിക്കാതെ മാറുന്ന സമയത്ത് ഈ വാർത്ത കേട്ടുവരെ അത് ശരിയാകുമോ അത് 50% ശരിയായി ഒരു 50% തെറ്റായി എന്തായാലും നമുക്ക് പോയി നോക്കാം ഒന്ന് ചോദ്യം ചെയ്യാം ഒന്ന് പരിശോധിക്കാം എന്താണ് മുഹമ്മദ് ഇതിലേക്ക് പറയുന്നത് എന്താ വിശേഷം അങ്ങനെയൊന്നും പറയാതെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരെ ഈ വാർത്ത കേട്ടുടനെ അവിടുന്ന് നബുവത്തിന്റെ വിളംബരം നടത്തിയിട്ടുണ്ട് അവിടുന്ന് പ്രവാചകനാണ് അവിടത്തേക്ക് വഴി വന്നിട്ടുണ്ട് ആകാശങ്ങളിൽ നിന്നും തിരിച്ച് വളർന്നുടങ്ങി ഇതവരുടെ സന്ദേശം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതാ അങ്ങനെ ഒരു കാര്യം വാർത്ത വന്നപ്പോൾ തന്നെ അത് ചിരഞ്ഞ് അന്വേഷിക്കാതെ അത് ചോദ്യം ചെയ്യാതെ വിശ്വസിച്ചു എന്ന കാരണമാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ ഏറ്റവും മേലെയാകാൻ കാരണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ങ്ങളുമായി എങ്ങനെയെങ്കിലും നമുക്കൊരു ബന്ധം സ്ഥാപിക്കണം. ആ ബന്ധം സ്ഥാപിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവിടുത്തെ അധികാരം സ്നേഹിക്കുക, അവിടുത്തെ അധികാരം തിരിച്ചുവെക്കുക, അവിടുത്തെ അധികാരെ ഇഷ്ടം വെക്കുക. ആ നിങ്ങളുടെ സഹാബികളെ ഇഷ്ടം വെക്കുക. അവിടുത്തെ തീരെ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ച മഹത്തുക്കളായ നിങ്ങളെ ബഹുമാനിക്കുക. അതേ അതല്ലാതെ രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല. നമ്മളുടെ സ്വർഗീയ പ്രവേശനത്തിന്റെ മെയിൻ പ്രധാനപ്പെട്ട നിദാനം ആ മഹത്വത്താണ്. നമ്മുടെ വിജയത്തിന്റെ നിദാനം ആ സ്നേഹമാണ്. ആ സ്നേഹമില്ലാതെ ഒരു വ്യക്തിയെയും, ആ സ്നേഹമില്ലാതെ ഒരു സംഘടനയെയും, ആ സ്നേഹമില്ലാതെ ഒരു കാര്യത്തെയും നമുക്ക് നിലനിർത്താൻ പറ്റുകയില്ല. മുസ്ലിമീങ്ങളുടെ മുഹബ്ബീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ ഏതൊരു വിഷയത്തിലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മുന്നിൽ വരേണ്ടത്. കാരണം ഒരു പുരുഷായുസ് മുഴുവനും ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിച്ച് നടന്ന് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഓരോരുത്തരുടെയും ആഗ്രഹപ്പെടുകയാണ്. എല്ലാവരും ഈ മാനിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അവിടുന്ന് ആളുകൾ ചിന്തവിട്ടപ്പോൾ, അവിടുന്ന് ആളുകൾ കണ്ടെത്തിയപ്പോൾ, അവിടുന്ന് ആളുകൾ ആക്ഷേപിച്ചപ്പോൾ അതാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അടക്കം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള മാലാഖമാരെ വെടിവെടിയായി സത്രാഹാസങ്ങളിൽ നിന്ന് നിലനിരുന്നു വന്നു. പറഞ്ഞ നബിയെ വിഷമിച്ചിട്ടോ, പ്രയാസപ്പെടേണ്ട, ആ കണ്ടതിങ്ങളെ നമുക്ക് പൂർത്തിക്കാൻ അവിടുത്തേക്ക് ഒരു അനുവാദം മതി എന്ന് പറഞ്ഞപ്പോൾ വേണ്ട വേണ്ട, അവരെ അറിയില്ലാത്ത ആളുകളാണ്, അവർ ജാഹിലീങ്ങളാണ്, അവരറിയാതെ ചെയ്തതാണ്. ഏതെങ്കിലും ഒരു സമയത്ത് അവർ കണ്ട് മനസ്സിലാക്കിയാൽ അവർ ഇസ്ലാമിലേക്ക് വരും. അതല്ലെങ്കിൽ അവരുടെ സന്താനങ്ങളിൽ ആരെങ്കിലും പിൽക്കാലത്ത് സത്യം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വരും. അതാണ് ഇവരെ മുൻചൂടും നശിപ്പിക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് തന്റെ ശരീരത്തിലെ രക്തകണങ്ങൾ അതാ ഭൂമിയിലേക്ക് തെറ്റ് വീഴുന്നത് രാധിക്കാൻ വേണ്ടി കുറച്ച് വൃത്തിയാക്കി അവിടുത്തെ സഹിച്ച പീഡനങ്ങളും വിഷമങ്ങളും സന്ദർഭത്തിൽ പോലും ഉമ്മത്തി ഉമ്മത്തി എന്നുരത്തവരാ. അങ്ങനെ പറഞ്ഞത് ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ? നമ്മുടെ വാപ്പമാർ നമ്മളെ എത്രമാത്രം ഉപദേശിച്ചാലും
വീണ്ടും വീണ്ടും നമ്മൾ കുഴപ്പം കാണിച്ചാൽ നമ്മുടെ ഉപമാനത്തിന്റെ ദിവസം എത്ര നമ്മളെ അതാ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്, ദേഷ്യം പറയുന്നുണ്ട്, ചീത്ത വയ്ക്കുന്നുണ്ട്. അതൊന്നും പാടില്ല ഉമ്മമാരെ. പക്ഷേ നമ്മൾ എത്ര തന്നെ അതാ മാറി അവരെ നമ്മൾ ഇങ്ങനെ രക്ഷപ്പെടുത്തിച്ചാലും അവസാനം അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. പക്ഷേ അവിടുത്തെ അക്ഷരമൈതാനിയിൽ അവിടുന്ന് പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത വാഗ്ദാനമുണ്ട്, ഓ നബിയേ, അങ്ങയ്ക്ക് ഇഷ്ടമാകുന്നത് വരെ, തൃപ്തിയാകുന്നത് വരെ അങ്ങയ്ക്ക് നാം നൽകും എന്ന് പറഞ്ഞൊരു വാഗ്ദാനം. ആ ഒരു തൃപ്തി എന്തിനാണ് തൃപ്തി? വസീല എന്ന പദവി കിട്ടിയാൽ തൃപ്തിയാകുന്നില്ല, ഫളീല എന്ന പദവി കിട്ടിയാൽ തൃപ്തിയാകുന്നില്ല, സ്വർഗത്തിലെ ഏറ്റവും പുണ്യ സ്ഥാനം കിട്ടിയാലും അതെല്ലാം മഖാമുൽ മഹ്മൂദ്, അതെല്ലാം സുദൃഢമായ സ്ഥാനങ്ങൾ കിട്ടിയാലും മുത്തിന് തൃപ്തിപ്പെടുന്നത് എപ്പോഴാണെന്ന് അറിയുമോ? എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളും നരകത്തിലില്ല എന്ന് ഉറപ്പുവരുത്തുമ്പോഴാണ് ഞാൻ തൃപ്തിപ്പെടുന്നത് എന്ന് പ്രഖ്യാപിച്ച നേതാവാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. നക്ഷത്രങ്ങൾക്കിടയിലെ പൗർണമി പോൽ തെളിവോത്തോലെ, അതിനേക്കാൾ ശറഫുറ്റോലെ, സയ്യിദി ഖൈറൻ നബി, അസ്സലാത്തു അലൻ നബി, അസ്സലാമു അലാ റസൂൽ الشافع الأبطحي والحبيب الحادي. اللهم أم